നടൻ വിജയന്റെ കക്ഷിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. തമിഴക വെട്രി കഴകം, വിജയ് കക്ഷി, വിജയ് പാർട്ടി എന്ന് കൂടി അറിയപ്പെടുന്ന പുതിയ രാഷ്ട്രീയ പാർട്ടി അതൊരു പരീക്ഷണമാണ്. അനേക രാഷ്ട്രീയ പരീക്ഷണങ്ങൾ കണ്ട ദ്രാവിഡ മണ്ണാണ് തമിഴ്നാടിൻ്റെത്. നമുക്കറിയാം, തമിഴ്നാട്ടിൽ പല രാഷ്ട്രീയ നേതാക്കൾക്കും ഒരു സിനിമ പശ്ചാത്തലമാണുള്ളത്. കുറഞ്ഞത് 10 പ്രധാനപ്പെട്ട നടന്മാരും നടികളുമെങ്കിലും രാഷ്ട്രീയത്തിൽ സജീവമായി ഉണ്ടായിട്ടുള്ളതോ അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതോ ആണ്. അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദത്തിലെത്തിയ 3 പേരെങ്കിലും തമിഴ്നാട്ടിലുണ്ട്. ജയലളിതയും MG രാമചന്ദ്രനും അതുപോലെ കരുണാനിധിയുമെല്ലാം സിനിമ രംഗത്ത് നിന്ന് കടന്നു വരുന്ന ആളുകളാണ്. അപ്പൊ ഇവിടെ തമിഴക രാഷ്ട്രീയത്തെ സിനിമയിൽ നിന്നും പൂർണ്ണമായി വേറിട്ട് കാണാൻ ആവില്ല എന്നതാണ് സത്യം. അതൊരു വശം. മറുവശത്ത് തമിഴ്നാടിന്റെ സ്വത്വം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രാചീന തമിഴക കാലം മുതൽ തന്നെ ഇന്ത്യയുടെ പൊതുരംഗത്ത് നിന്നും അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായി ഗുപ്ത എംപയറിന്റെയോ മൗര്യ എംപയറിന്റെയോ മുഗൾ എംപയറിന്റെയോ വിജയനഗര എംപയറിന്റെയോ ഒന്നും പൂർണ്ണമായി ഭാഗമാകാതെ പോയ പ്രദേശങ്ങളാണ് കേരളവും തമിഴ്നാടും അടങ്ങുന്ന പ്രാചീന തമിഴക പ്രദേശം. അതിൽ ഇന്നത്തെ തമിഴ്നാട് ഇപ്പോഴും തങ്ങളുടെ ഭാഷാ ശുദ്ധി അല്ലെങ്കിൽ ആ ദ്രാവിഡ ഐഡന്റിറ്റി, ഭാഷയുടെയും വംശത്തിന്റെയും ഒരു ആന്റി ഹിന്ദി, ആന്റി നോർത്ത് ഇന്ത്യൻ, ആന്റി ബ്രാഹ്മണിക്കൽ അല്ലെങ്കിൽ ആന്റി ഒരു നോർത്ത് ഇന്ത്യൻ രീതിയിലുള്ള ഹിന്ദുത്വ ആ ഒരു ഡൈനമിക്സിൽ നിന്നും മാറി വ്യത്യസ്തമായി ചിന്തിക്കുന്ന, വ്യത്യസ്തമായി കാര്യങ്ങളെ കാണുന്ന തമിഴ് മക്കളുടെ രാഷ്ട്രീയ മനസ്സിന്റെ നേരവകാശികളാകാൻ രംഗത്ത് വന്നത് പലപ്പോഴും സിനിമാ താരങ്ങളാണ്. അത് കരുണാനിധി രംഗത്ത് വന്നു. അണ്ണ ദ്രാവിഡ മുന്നേറ്റ കഴകവുമായി MG രാമചന്ദ്രൻ വന്നു. പിന്തുടർച്ചയായി ഭാര്യ ജാനകിക്ക് സാധിക്കാത്തത് ഇതേക്കനിയായ ജയലളിതയ്ക്ക് സാധിച്ചു. ഏറെക്കാലം മുഖ്യമന്ത്രി പദത്തിലിരുന്നു. ഈ 3 പേരും ഏറെക്കാലം മുഖ്യമന്ത്രി പദത്തിലിരുന്ന ആളുകളാണ്. എന്നാൽ മറ്റ് രാഷ്ട്രീയ എൻട്രീസും തമിഴ്നാട്ടിൽ സംഭവിച്ചു. അടുത്ത കാലത്ത് കമൽഹാസൻ എന്ന വിഖ്യാത നടൻ രാഷ്ട്രീയത്തിൽ മക്കൾ നീതി മയ്യം എന്ന തന്റെ കക്ഷിയുമായി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് നിലം തൊടാതെ പോയത് നമ്മൾ കണ്ടതാണ്. കുറെയൊക്കെ രക്ഷപ്പെട്ട ഒരാളാണ് വിജയകാന്ത്, ക്യാപ്റ്റൻ വിജയകാന്ത്. വിജയകാന്തിന്റെ കക്ഷി ആദ്യമൊക്കെ ഓടിയെങ്കിലും പിന്നീട് കിതയ്ക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുപോലെ സീമാൻ എന്ന സംവിധായകൻ കൊണ്ടുവന്ന നാം തമിഴർ കക്ഷി, ആ കക്ഷിക്ക് ചില പ്രദേശങ്ങളിൽ വേരോട്ടമുണ്ട് എങ്കിലും നിർണായകമായ രാഷ്ട്രീയ സ്വാധീനമാകാൻ ഇന്നും കഴിയുന്നില്ല. ചില മേഖലയിൽ വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് സമ്മതിക്കുന്നു. അതുപോലെ മറ്റ് ശരത് കുമാറിന്റെ കക്ഷി, ഈവൻ ഖുശ്ബു പോലും രാഷ്ട്രീയത്തിൽ തൻ്റെതായ ഒരു ഇന്നിങ്സ് തുറക്കാൻ ശ്രമം നടത്തി. അത് നമ്മൾ കണ്ടു. മുൻകാലങ്ങളിൽ ശിവജി ഗണേശൻ പല പാർട്ടികളിലായി മാറി, കോൺഗ്രസ് പാർട്ടിയുടെ MP വരെ ആയി മാറിയ കാഴ്ച നമ്മൾ കണ്ടു. പക്ഷെ അവരൊന്നും തന്നെ മുഖ്യമന്ത്രി പദത്തിലെത്തിയില്ല. ആ പശ്ചാത്തലത്തിൽ വേണം നടൻ വിജയിന്റെ എൻട്രിയെ കാണാൻ. വിജയിന്റെ പൂർണ്ണ പേര് ജോസഫ് വിജയ്, പിതാവിന്റെ പേരായ ചന്ദ്രശേഖറും കൂടെ ചേർത്ത് ജോസഫ് വിജയ് ചന്ദ്രശേഖർ. അപ്പോൾ സംവിധായകനായ ചന്ദ്രശേഖറിന്റെയും സിനിമാ രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്ന, കലാരംഗത്ത് പ്രവർത്തിക്കുന്ന മാതാവിന്റെയും ഒക്കെ പുത്രനായി വരുമ്പോൾ സ്വാഭാവികമായ ഒരു സിനിമ എൻട്രിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മോഹം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി മുട്ടിട്ടു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കക്ഷിയുടെ ഒരു പ്രഖ്യാപനമുണ്ടായി. ഇപ്പോഴിതാ പതാക റിലീസ് ചെയ്തിരിക്കുന്നു. അത് മാത്രമല്ല, ഒരു ഗാനം, ടൈറ്റിൽ സോങ്, അല്ലെങ്കിൽ അത് പ്രധാനമായി ജനങ്ങളെ ഉദ്ദീപിപ്പിക്കുന്ന രീതിയിലുള്ള ഒന്നാം തരം ഒരു ഗാനം, പാർട്ടിയുടെ ഔപചാരിക ഗാനവും പുറത്തു വന്നിരിക്കുന്നു. പതാക പുറത്തു വന്നത് ആവേശത്തോടെ ആണെങ്കിൽ പോലും ആ പതാകയിലെ നിറങ്ങളെക്കുറിച്ചും രൂപങ്ങളെക്കുറിച്ചുമുള്ള ആക്ഷേപങ്ങളും അതിനോടൊപ്പം തന്നെ വന്നു. 2 ആനകൾ 2 വശത്ത് നിൽക്കുകയാണ്. കേരള സംസ്ഥാന സർക്കാരിന്റെ ചിഹ്നം അനുസ്മരിപ്പിക്കുന്ന ഒന്നാണെന്ന് ചിലർ വിമർശിക്കുമ്പോൾ, മായാവതിയുടെ കക്ഷിയായ ബഹുജൻ സമാജ് പാർട്ടി ശക്തമായ വിയോജനമായി വന്നിരിക്കുന്നു. ആന ഞങ്ങളുടേതാണ്, ആനയെ വിട്ടുതരാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു വരുന്നു. അതുപോലെ ചില പരസ്യ കമ്പനികളുടെ മോഡലുമായി ബന്ധമുണ്ട് ആനകളുടെ 2 രൂപം. ആനകളുടെ മധ്യത്തിൽ ഒരു വൃത്തത്തിലുള്ള നക്ഷത്രങ്ങൾ, ആ നക്ഷത്രങ്ങളുടെ മധ്യത്തിലുള്ള വാഗപ്പൂവ്, ആകെ മഞ്ഞയും ചുവപ്പും നിറങ്ങളുള്ള ആ പതാക ആണ് ഇപ്പോൾ ഏക വിസിബിൾ സിംബൽ. ഈ പതാകയ്ക്ക് പിന്നിൽ, ഗാനത്തിന് പിന്നിൽ ഒരു പ്രത്യയ ശാസ്ത്രമുണ്ടോ എന്നതാണ് പ്രധാന വിഷയം. എന്താണ് ചന്ദ്രശേഖരന്റെ മകന് ജനങ്ങളോട് പറയാനുള്ളത്? എന്താണ് വിജയിന് പറയാനുള്ളത്? വിജയ് എങ്ങനെയാണ് പൊസിഷൻ ചെയ്യുന്നത്? വിജയിന്റെ ജോസഫ് എന്ന പേര് ഒരു ക്രൈസ്തവ നാമമാണ്. വിജയന്റെ പിതാവിന്റെ ക്രൈസ്തവ പശ്ചാത്തലവും മാതാവിന്റെ ഹിന്ദു പശ്ചാത്തലവും എല്ലാം ചേരുമ്പോൾ ശരിയായ ഒരു പൊളിറ്റിക്കൽ ഫോർമുല തന്നെയാണ്. പക്ഷേ വിജയ് തന്റെ വിശ്വാസം
ഉറക്കെ പ്രഖ്യാപിച്ചിട്ടില്ല. വിജയ് ഏത് മതത്തിൽ പെടുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. ഒരുപക്ഷെ തമിഴ്നാട്ടിൽ ഏറെ വൈകാരികവും എന്നാൽ ഒരുപക്ഷെ ആവശ്യമുള്ളതുമായ ഒരു കാര്യമാണ് മതപരമായ ഒരു ന്യൂട്രാലിറ്റി. ഈ ദ്രാവിഡ രാഷ്ട്രീയം തന്നെ നിരീശ്വരവാദത്തിൽ, പെരിയാറുടെയൊക്കെ സമയം മുതൽ തന്നെ നിരീശ്വരവാദത്തിൽ അഗ്നോസ്റ്റിക് ഒരു പോളിറ്റിക്സ് കൂടിയായിരുന്നു. അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് പോലും തങ്ങളുടേതായ രീതിയിലെ ഒരു കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായി രൂപപ്പെടുത്തിയ, രാമായണത്തിന് ബദലായി കമ്പരാമായണം രൂപപ്പെടുത്തിയ ഒരു നാടാണ്. അതുകൊണ്ട് വ്യത്യസ്തമായി എല്ലാത്തിനെയും സമീപിക്കുന്ന തമിഴരുടെ മനസ്സിൽ വിജയ് എന്ന പേരിന് ട്രാക്ഷൻ ലഭിക്കും. പക്ഷേ വിജയിന് മുൻപുള്ള ആ ക്രിസ്ത്യൻ നെയിം ജോസഫിന് എങ്ങനെ മുന്നോട്ട് പോകാനാവും എന്നൊരു ചോദ്യമാണ്. തമിഴ്നാടിന്റെ ജനസംഖ്യയുടെ 6.2% ക്രൈസ്തവ ജനസംഖ്യയാണ്. അത് പ്രത്യേകിച്ചും കന്യാകുമാരി ജില്ലയിൽ 46% ക്രൈസ്തവ ജനസംഖ്യ. കന്യാകുമാരി അതുപോലെ ആ പാർലമെന്റ് മണ്ഡലം തന്നെ ഭൂരിപക്ഷം ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഏക ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ നിയോജക മണ്ഡലം അവിടെയാണ്, നോർത്ത് ഈസ്റ്റ് മണ്ഡലങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ. ഇവിടെ വിജയ് എങ്ങനെയാണ് പൊസിഷൻ ചെയ്യുന്നത് മതപരമായി? ഇനി സ്വത്വപരമായി ദ്രാവിഡ രാഷ്ട്രീയമാണ് തമിഴ്നാടിന്റെ പൊളിറ്റിക്കൽ ഫോഡ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആഹാരം. അവിടെ ദ്രാവിഡ രാഷ്ട്രീയത്തിന് നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സുമായി ബന്ധമില്ല. അതുകൊണ്ടാണ് BJP ഏറെ പ്രതീക്ഷയുമായി കേവലം 5.2% ഉണ്ടായിരുന്ന BJPയുടെ വോട്ട് നല്ല പോലെ ഉയരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഏറ്റവും നല്ല കാലത്തായിട്ട് പോലും 11.2%-ലേക്ക് BJP വോട്ട് തറച്ചു നിൽക്കുകയാണ്. വളരെ വളരെ ഡൈനമിക് ആയ ഒരു നേതാവ് BJPക്ക് ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത് പൂർണ്ണമായി വോട്ടാക്കി മാറ്റാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവിടെ വ്യത്യസ്തത കൊണ്ടുവരാൻ BJP പരാജയപ്പെട്ടത്, വ്യത്യസ്തത കൊണ്ടുവരാൻ മുൻകാലങ്ങളിൽ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമാ താരങ്ങൾ പരാജയപ്പെട്ടത്, രജനീകാന്ത്, സാക്ഷാൽ സ്റ്റൈൽമന്നൻ രജനീകാന്ത് പോലും അറച്ചു നിൽക്കുന്ന, ഒരുപക്ഷെ പരാജയപ്പെടുമെന്നുള്ള ചിന്തയിൽ മാറി നിൽക്കുന്ന രജനീകാന്തിനെ പോലും വിജയകരമായി ഒരു രാഷ്ട്രീയ കക്ഷി ഫ്ലോട്ട് ചെയ്യാൻ കഴിയാതെ ഇരുന്നിടത്ത് ഇളയ ദളപതി വിജയിന് ഇത് സാധിക്കുമോ എന്നതാണ് ചോദ്യം. വിജയിന്റെ ശക്തി എന്ന് പറയുന്നത് 10 ലക്ഷത്തോളം വരുന്ന ഫാൻ ബേസ് ആണ്. വിജയിന്റെ ആരാധക വൃന്ദം, ഫാൻസ് അസോസിയേഷനുകൾ വളരെ സജീവമാണ്. 10 ലക്ഷത്തോളം മെമ്പേഴ്സ് ആണുള്ളത്. 2 കോടിയിലധികം അംഗങ്ങളെ തമിഴ്നാട് ജനസംഖ്യയുടെ ഒരു 4/1 ചേർക്കാനായി ആ പാർട്ടി സർവ്വപ്രശ്നവും നടക്കുന്നുണ്ട്. കാരണം QR കോഡുകൾ സ്കാൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുന്നു, അല്ലെങ്കിൽ പ്രത്യേക ആപ്പ് തന്നെയാണ് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി. അങ്ങനെ ആം ആദ്മി പാർട്ടി തുടങ്ങിയ ഏതാണ്ട് അതേ ശൈലിയിൽ തന്നെയാണ് ഈ തമിഴക വെട്രി ഘടകത്തിന്റെ പുതിയ പാർട്ടിയുടെ ആളുകളെ ചേർക്കുന്ന ഒരു ഡ്രൈവിൽ. പക്ഷെ കടന്നു വരുന്ന ആളുകൾ വളരെ വലിയ ഫാൻസ് അസോസിയേഷനിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും വളരെ വലിയൊരു വിഭാഗം 10 വയസ്സിനും 25 വയസ്സിന് അല്ലെങ്കിൽ 10 വയസ്സിനും 30-35 വയസ്സിനും ഇടയ്ക്കുള്ള വളരെ ചെറുപ്പക്കാരാണ്. 18 വയസ്സ് വരെ വോട്ടവകാശമില്ല എന്നറിയാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവരാണ് നാളുകളുടെ വോട്ടർമാർ. ക്യാച്ച് ദം യങ് എന്ന് പറയുമ്പോൾ ADMK-യിലും DMK-യിലും ഉള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ട് ഈ ദ്രവീഡിയൻ രാഷ്ട്രീയത്തിന് ADMK മാറിയും മറിഞ്ഞും MGR ആൻഡ് കരുണാനിധി, പിന്നെ ജയലളിത ആൻഡ് കരുണാനിധി, ഇപ്പോഴിതാ സ്റ്റാലിന്റെ തേർവാഴ്ച, അതിന് ബദലായി EPS-നോ OPS-നോ എടപ്പാടി പളനിസ്വാമിക്കോ പനീർശെൽവത്തിനോ കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. AIADMK ഏതാണ്ട് പൂർണ്ണമായി അസ്തമിക്കുന്ന ഒരു മട്ടിലാണ്. പക്ഷെ AIADMK-ക്ക് അതിൻ്റെതായ ചില ബലമുണ്ട്. ജയലളിതയും MGR-ഉം കൊണ്ടുവന്ന ഒരു സോളിഡിറ്റി, ആ പിൻബലമുണ്ട്. പ്രത്യേകിച്ച് ചില കേരളത്തോട് അടുത്ത് കിടക്കുന്ന ചില മേഖലകളിൽ കാര്യമായി വേരോട്ടമുള്ള പാർട്ടിയാണ് അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം. എഴുതി തള്ളാനാവില്ല. പക്ഷേ അത് ഇന്ന് ചിതറി 4 ഗ്രൂപ്പുകളായി വ്യത്യസ്തമായ നേതാക്കളുടെ കീഴിൽ നിൽക്കുകയാണ്. അവിടെയാണ് ഒരു വാക്യൂം ഉള്ളത്. ഈ ശൂന്യതയിലേക്ക് ഇരച്ചു കയറാനാണ് ഇളയ ദളപതി വിജയിന്റെ പ്ലാൻ. ഈ പ്ലാൻ സക്സീഡ് ചെയ്യണമെങ്കിൽ ഫാൻ ബേസിനെ ഒന്നാം തരം ഓർഗനൈസേഷണൽ പാർട്ടി കെയ്ഡർ ബേസായി വളർത്തിയെടുക്കാനുള്ള മാന്ത്രിക വിദ്യ കൂടി വിജയ് ശീലിക്കണം. അതിന് പുറമെ കിട്ടാവുന്ന ന്യൂട്രൽ വോട്ടുകൾ, ഈ പാർട്ടി വോട്ടുകൾ അല്ലാതെ ലഭിക്കാവുന്ന വോട്ടുകൾ ഒരു വലിയ ശതമാനം കിട്ടും. കാരണം നടൻ വിജയന് ഒരു പ്രതിച്ഛായുണ്ട്. സാധാരണ വലിയ ലുക്കൊന്നുമില്ല, ഒരു ഗ്രീക്ക് ദേവന്റെ രൂപഭാവങ്ങളൊന്നും ഇല്ലാത്ത തനി സാധാരണക്കാർ, വേഷത്തിലും ആകാരത്തിലും പെരുമാറ്റത്തിലും എല്ലാം തന്നെ മിതത്വവും ലാളിത്യവും പുലർത്തുന്ന ബോയ് നെക്സ്റ്റ് ഡോർ. ആരുമായും തമിഴ്നാട്ടിലെ ഏത് ശരാശരി വ്യക്തിയുമായും പെട്ടെന്ന് താതാത്മ്യപ്പെടാൻ, ഐക്യദാർഢ്യം കാണിക്കാനാവുന്ന രൂപവും ഭാവവും ആറ്റിറ്റ്യൂഡും ഒക്കെയുള്ള വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് അന്യമായ ഒരു കാര്യം. ആരും വിജയനെ അന്യരായി കാണണമെന്നില്ല, പാർട്ടിക്കാർ പോലും. അതുകൊണ്ട് തന്നെ മറ്റു പാർട്ടികളിൽ നിന്നും
വിജയന്റെ പാർട്ടിയിലേക്ക് പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒരു കുത്തൊഴുക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കുകയും മറ്റ് കക്ഷികൾക്ക് കാര്യമായ ഇടിവ് സംഭവിക്കുകയും ചെയ്തില്ല എങ്കിൽ വിജയന്റെ തമിഴക വെട്രി കഴകത്തിന് കാര്യമായി മുന്നോട്ട് പോകാനാവില്ല. ഇപ്പോൾ ഒരു പോണ്ടിച്ചേരി ബേസ്ഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് വിജയ് തന്റെ സെക്രട്ടറിയായി നിയമിച്ചിട്ടുള്ളത്. ആ സെക്രട്ടറിക്ക് എത്രത്തോളം മുൻപരിചയമുണ്ട്, എത്രത്തോളം മുന്നോട്ട് കൊണ്ടുവരാകും, ഒരു ഓർഗനൈസേഷൻ ഘടനയൊക്കെയായി അടുത്ത മാസം ഒരു വലിയ പാർട്ടി സമ്മേളനത്തിൽ ഒരുപക്ഷെ വിജയന്റെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം പ്രഖ്യാപിക്കും. അതേറെ കൗതുകമുള്ള ഒരു കാര്യമാണ്. ദ്രാവിഡ സ്വത്വത്തിന് അതീതമായി ഇപ്പോൾ ഒരുമ എന്നോ യൂണിഫോമിറ്റി എന്നോ എല്ലാവരുടെയും സമത്വം എന്നോ ഒക്കെ പറയുന്നതിന് ഉപരിയായി വ്യക്തമായ കാതലുള്ള ഒരു പ്രത്യയശാസ്ത്രം, ഐഡിയോളജി മുന്നോട്ട് വെക്കാനാകുമോ? ആ ഐഡിയോളജിയുടെ ത്രെഡിൽ പിടിച്ചുകൊണ്ട് വിജയന് തമിഴകത്തിന്റെ മനസ്സ് കീഴടക്കാനാവുമോ എന്നതാണ്. ഈ ഒരു ഫാൻ ഫോളോയിങ്ങിനെ വോട്ടർ ബേസായും അത് പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ തക്ക ഘടനാപരമായ സംവിധാനമുണ്ട് എങ്കിൽ വിജയന്റെ പാർട്ടിക്ക് തീർച്ചയായും ഒരുപക്ഷെ ഓപ്പോസിഷൻ പാർട്ടിയെങ്കിലും ആയി മാറാൻ സാധിക്കും. അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ ഇനി വർഷങ്ങളുണ്ട്. അതുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഒരുപക്ഷെ വിജയന്റെ 2 വർഷം കഴിഞ്ഞ് നടക്കേണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് 50 വയസ്സിലെ രാഷ്ട്രീയ പ്രവേശം. എം.ജി. രാമചന്ദ്രനും 50 വയസ്സിലാണ് രാഷ്ട്രീയ പ്രവേശം നടത്തിയത്. കേവലം 5-6 വർഷത്തിനുള്ളിൽ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി പദവിയിൽ എത്തുന്ന ഒരു കാഴ്ച കണ്ടു. അപ്പോൾ നൗ ഓർ നെവർ, ഏറെക്കാലമായി ഓങ്ങി നിന്ന് രജനീകാന്തിന് കഴിയാതെ പോയത് ഈ 50 വയസ്സിലെങ്കിലും വിജയന് ഒരുപക്ഷെ കഴിയും. 52 വയസ്സാകുമ്പോൾ 53 വയസ്സാകുമ്പോൾ വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി മാറുമോ എന്ന ചോദ്യം തമിഴകത്ത് വ്യാപകമായി പോകുന്നു. ഇപ്പോൾ വിജയനെതിരായി വരേണ്ടത് സ്വാഭാവികമായും തലമുറ മാറ്റം കാത്തിരിക്കുന്ന DMK ആണ്. DMK ഒരു കുടുംബാധിപത്യ പാർട്ടിയാണ്. കരുണാനിധിയിൽ നിന്നും മകൻ സ്റ്റാലിനിലേക്കും, സ്റ്റാലിനിൽ നിന്നും മകൻ ഉദയനിധി സ്റ്റാലിനിലേക്കും കടന്നു വരുന്ന തമിഴകത്തിന്റെ DMK രാഷ്ട്രീയം, ആ DMK രാഷ്ട്രീയത്തിനും നാം തമിഴക കക്ഷി സീമാന്റെ കക്ഷി, ആ കക്ഷിയുടെ രാഷ്ട്രീയത്തിനും DMK ADMKയ്ക്കും എല്ലാം വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഒരു തൻ്റെതായ ഒരു ഇടം തമിഴ്നാട്ടിൽ എല്ലായിടത്തും നേടിയെടുക്കാനാവുമോ എന്ന ചോദ്യം മാത്രമാണ് തമിഴകത്ത് ഇന്ന് പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ച.